അസ്സലാമു അലൈക്കും. ഈ പ്രാവശ്യം ഈ പരിശുദ്ധ റംസാനിൽ നമ്മളെ പേഷ്യൻസ് എല്ലാം എസ്പെഷ്യലി കിഡ്നി പ്രശ്നമുണ്ടവർ, ക്രിയാറ്റിൻ കൂടുതലുണ്ടവർ, കല്ലുണ്ടവർ എന്തെല്ലാം ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റോൺ ഉള്ളവർ, മുമ്പ് സ്റ്റോൺ ഉള്ളവർ, സ്റ്റോൺ എടുത്തവർ, ഇപ്പം പെൻഡിങ് സ്റ്റോൺ ഉള്ളവർ, ഇവരിൽ എന്ത് ചെയ്യണം? വെള്ളം അറ്റ്ലീസ്റ്റ് നോമ്പ് തുറന്ന ശേഷം മിനിമം 2-3 ലിറ്റർ കുടിക്കണം. അത് മിസ്സാവില്ല. അതിൽ ബാക്കി എല്ലാ ലിക്വിഡ്സ് കൂടിയിട്ട് 3 ലിറ്റർ ആയാലും മതിയാവും. പിന്നെ യൂറിക് ആസിഡ് കൂടുതലുണ്ടോയെന്ന് നോക്കണം. യൂറിക് ആസിഡ് കൂടുതലുണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ട് രീതി നോൺ വെജ് അങ്ങനത്തെ കുറക്കണേ വേണം. പിന്നെ യൂറിക് ആസിഡ് ടാബ്ലറ്റ് എടുക്കണം. ഇല്ലെങ്കിൽ സ്റ്റോൺ വരാൻ നല്ല സാധ്യതയാണ്. ഡീഹൈഡ്രേഷൻ കൊണ്ടും പ്ലസ് യൂറിക് ആസിഡ് കൂടിയാലും നല്ല സാധ്യതയുണ്ട് സ്റ്റോൺ വരാൻ. പിന്നെ ഈ ക്രിയാറ്റിൻ കൂടുതലുണ്ടവർ എല്ലാവരും ആരായിരിക്കും ക്രിയാറ്റിൻ പ്രശ്നമുണ്ട്, നിങ്ങളെ ഡോക്ടറെ കണ്ടിട്ട്, നിങ്ങൾ നെഫ്രോളജിസ്റ്റ് യൂറോളജിസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് അവർ പറഞ്ഞാൽ മാത്രമേ നോക്കാൻ പാടുള്ളൂ. ജനറലി കണക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ ഇപ്പോൾ ഒരു 1.82ൻ്റെ മേലെ ഉണ്ടാൽ നോമ്പ് നോക്കുന്നത് അത്ര ശരിയല്ല. പിന്നെ എല്ലാ പേഷ്യൻ്റെ കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങളുടെ ഡോക്ടർ നോക്കിയിട്ട് അത് ഡിസൈഡ് ചെയ്യട്ടെ നോമ്പ് നോക്കാൻ പറ്റുമോ